ലളിത് മോഡി, വിജയ് മല്യ, നീരവ് മോദി, മെഹുൽ ചോക്സി, നല്ല പരിചയമുള്ള പേരുള്ള ഇവരൊക്കെ വൻകിട സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ നടത്തി കൂളായിട്ട് രാജ്യം വിട്ടവരാണ്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ലണ്ടനിൽ അടിച്ചുപൊളി ലൈഫാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടികൾ നടത്തുന്നു, കൂറ്റൻ ബംഗ്ലാവുകൾ താമസിക്കുന്നു, എക്സ്പെൻസീവ് കാറുകൾ വാങ്ങുന്നു. പക്ഷെ ഇവരുടെ കയ്യിൽ ഇത്രയ്ക്ക് പൈസ എവിടെ നിന്ന് തരണേ? ഇവർ ഇന്ത്യയിൽ നിന്ന് വിളിച്ചോടിപ്പോ ചാക്കിൽ പൈസ ഒന്നും കുത്തിയറച്ചു കൊണ്ടുപോയിട്ടില്ലല്ലോ. സാമ്പത്തിക കുറ്റം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ സ്വന്തം അക്കൗണ്ടിൽ കൈ വെക്കാനേ ഇവർക്ക് പറ്റില്ല. അപ്പൊ ഈ പൈസയൊക്കെ എവിടെ നിന്നാണ് വരണേ? ഇവരുടെ കാര്യം വിട്, നല്ല ഹാർഡ് കോർ ക്രിമിനൽസിന്റെ കാര്യം നോക്കാം. അതായത് സ്മഗ്ലിംഗ്, ഡ്രഗ്സ്, വെപ്പൺസ്, ഇതിലൊക്കെ കളിക്കണ വമ്പൺ സ്രാവുകൾ. ഇവരൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നത് ക്യാഷിൽ മാത്രമാണ്. അപ്പൊ ഈ ക്യാഷ് ഒക്കെ അവർ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യണേ? എങ്ങനെയാ അവർ ഈ മണി ഡീലിംഗ്സ് ഒക്കെ നടത്തണേ? ഇതിനൊക്കെയുള്ള ഒറ്റ ഉത്തരാണ് സ്വിസ് ബാങ്ക്. ഞാനും നിങ്ങളൊക്കെ വർഷാവർഷം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലോ എക്സ്പെൻസീവ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഡിക്ലെയർ ചെയ്തില്ലെങ്കിലോ ഓൺ സ്പോട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് വീട്ടിലെത്തും. പക്ഷെ ഇതൊന്നും സ്വിസ് അക്കൗണ്ടുകൾ ബാധിക്കില്ല. ഇത്രയ്ക്കൊക്കെ പ്രത്യേകതകളുള്ള സ്വിസ് ബാങ്ക് അക്കൗണ്ട് എന്താണ്? ലോക രാജ്യങ്ങളിലെ പവർഫുൾ ആയിട്ടുള്ള സമ്പന്നർ തങ്ങളുടെ രാജ്യങ്ങളിലെ പ്രശസ്തമായ ബാങ്കുകളൊക്കെ ഒഴിവാക്കി എന്തുകൊണ്ട് സ്വിസ് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു? ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഇരുന്ന് ഒരു സ്വിസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? എന്താണ് സ്വിസ് ബാങ്കുകളിലെ പ്രശസ്തമായ നമ്പേർഡ് അക്കൗണ്ട്സ്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് ഇതെല്ലാം വിശദമായിട്ട് തന്നെ നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്താണ് ബ്ലാക്ക് മണി അഥവാ കള്ളപ്പണം നോക്കാം. നോക്കൂ, ഏത് തരത്തിലുള്ള പൈസ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഗവൺമെന്റിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് മണിയാണ്. ബ്ലാക്ക് മണി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ കൂടി നേടുന്ന പണം, ലൈക്ക് എക്സ്റ്റോർഷൻ, ബെറ്റിംഗ്, സ്മഗ്ലിംഗ്, അതൊക്കെ. പിന്നെ ഉള്ളത് ലീഗൽ ആക്ടിവിറ്റീസിൽ കൂടി നേടുന്ന പണം തന്നെയാണ്. ലൈക്ക് ബിസിനസ്മാൻ ബിസിനസ് ചെയ്യുന്നു, അത് ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല. പക്ഷേ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബില്ല് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കച്ചവടം ക്യാഷിൽ നടത്തിയിട്ട് അത് ഡിക്ലെയർ ചെയ്യാതെ ക്യാഷ് സൂക്ഷിക്കുക. സോ ഇതിനൊക്കെയാണ് ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റിന് റെക്കോർഡ്സ് ഇല്ലാത്ത പണമാണ് ബ്ലാക്ക് മണി. ഈ ബ്ലാക്ക് മണി ഈസിലി സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇതിനെ ഒളിച്ചു വെക്കാനും ബ്ലാക്കിനെ വൈറ്റ് ആക്കാനും പല വഴികളുണ്ട്. അതിലൊന്നാണ് ഈ ഹവാല വഴി സ്വിസ് ബാങ്കുകൾ പൈസ എത്തിച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാന്നുള്ളത്. ഈ സ്വിസ് ബാങ്ക് എന്ന് പറയുന്നത് SBI, ICICI, HDFC എന്നൊക്കെ പറയുന്ന പോലെ ഒരൊറ്റ ബാങ്കല്ല. സ്വിറ്റ്സർലൻഡിലെ എല്ലാ ബാങ്കുകളും ഇങ്ങനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സ്വിസ് ബാങ്ക്. അവിടുത്തെ സ്വിറ്റ്സർലൻഡിലെ ചില പ്രത്യേക റൂൾസ് കാരണമാണ് ഈ സ്വിസ് ബാങ്കുകൾ ഇത്രയ്ക്ക് ഫേമസ് ആയിരിക്കുന്നത്. 1813 സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റ് നിയമം പാസാക്കി. അതനുസരിച്ച് സ്വിറ്റ്സർലൻഡിലെ ഒരു ബാങ്കും തങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും ആരുമായി ഷെയർ ചെയ്യരുത്. ഇങ്ങനെ ഒരു നിയമം വന്നതോടുകൂടി യൂറോപ്പിലെ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിലെ റിച്ച് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ആളുകൾ സ്വിറ്റ്സർലൻഡ് ബാങ്കുകളിൽ വന്നിട്ട് സ്വന്തം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു. അതോടുകൂടി സ്വിറ്റ്സർലൻഡിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പണം ഒഴുകാൻ തുടങ്ങി. 1934 ബാങ്കിംഗ് ആക്ട് ഓഫ് 1934 എന്ന പേരിൽ സ്വിസ് ഗവൺമെന്റ് വീണ്ടും ഒരു നിയമം പാസാക്കി. ഈ നിയമം അനുസരിച്ച് സ്വിറ്റ്സർലൻഡിലെ ഏതെങ്കിലും ബാങ്ക് തങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഏതെങ്കിലും രാജ്യത്തിലെ ഗവൺമെന്റുകൾക്കോ ടാക്സ് ഏജൻസികൾക്കോ ഷെയർ ചെയ്യുന്നത് പണിഷബിൾ ഒഫൻസായി മാറി. ഇതൊക്കെ കണ്ടതോടുകൂടി സ്വിറ്റ്സർലൻഡ് മറ്റു രാജ്യങ്ങളിലെ സമ്പന്നരുടെ പറുദീസയായി മാറി. തങ്ങളുടെ കണക്കില്ലാത്ത സ്വത്തിന് എവിടെ സൂക്ഷിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് പിന്നെ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. കണക്കൊന്നും ആരും കൊടുക്കണ്ടല്ലോ, സ്വന്തം രാജ്യത്ത് ഗവൺമെന്റിന് പോലും. ഈ രാജ്യത്തിന് മറ്റൊരു പ്രത്യേകത, സ്വിറ്റ്സർലൻഡ് എപ്പോഴും പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരുന്നു. സപ്പോസ് ഇങ്ങനെ ഒരു ബാങ്ക് പാകിസ്ഥാനിലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഒരു സമ്പന്നരും തങ്ങളുടെ ഹാർഡ് ആൻഡ് മണി അവിടെ സൂക്ഷിക്കില്ല. പൊളിറ്റിക്കലി ന്യൂട്രൽ ആയതിലൂടെ മറ്റു രാജ്യങ്ങളുടെ എനിമി ലിസ്റ്റിലൊന്നും സ്വിറ്റ്സർലൻഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഗവൺമെന്റിന് എപ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. The world lay divided between two great superpowers, the United States and the Soviet Union. കോൾഡ് വാറിന്റെ സമയത്ത് എല്ലാ രാജ്യങ്ങളും ഒന്നുകിൽ അമേരിക്കയുടെയോ അല്ലെങ്കിൽ റഷ്യയുടെയോ പക്ഷം ചേരുന്നത് നിർബന്ധിതരായിരുന്നു. പക്ഷേ ഈ സമയത്തും സ്വിറ്റ്സർലൻഡ് ഒരു ഭാഗത്തും ചേർന്നില്ല. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തും സ്വിറ്റ്സർലൻഡ് ന്യൂട്രൽ ആയിരുന്നു. 1501 മുതൽ ഇന്ന് വരെ സ്വിറ്റ്സർലൻഡ് ഒരു യുദ്ധത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. വേൾഡ് വാറിന്റെ സമയത്ത് പല രാജ്യങ്ങളും ഹിറ്റ്ലർ തങ്ങളെ അറ്റാക്ക് ചെയ്യുമെന്ന് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലെ സമ്പന്നര് തങ്ങളുടെ മാക്സിമം സ്വത്തുകളൊക്കെ സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ജർമ്മനിയിലെ മിനിസ്റ്റേഴ്സ് പോലും ആ സമയത്ത് തങ്ങളുടെ അളവറ്റ സ്വത്തുക്കൾ സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരുന്നെന്ന് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കൂ, സ്വിസ് ബാങ്കുകളിൽ അതിസമ്പന്നരും കള്ളപ്പണക്കാരും മാത്രമല്ല അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. സ്റ്റേബിൾ ഗവൺമെന്റ് ഇല്ലാത്ത രാജ്യങ്ങൾ, ബാങ്കുകളുടെ ക്രെഡിബിലിറ്റി കുറവായ രാജ്യങ്ങൾ, ഇവിടെ നിന്നൊക്കെ ഉള്ള ആളുകൾ തങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമാക്കാൻ സ്വിസ് ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. കൂടാതെ സ്വിറ്റ്സർലൻഡിലെ കറൻസിയായ സ്വിസ് ഫ്രാങ്ക് ലോകത്തിലെ തന്നെ പ്രീമിയം കറൻസികളിൽ ഒന്നാണ്. നമുക്കിനി സ്വിസ് ബാങ്കുകളിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഏതു രാജ്യത്തിലെ പൗരന് വേണമെങ്കിലും സ്വിറ്റ്സർലൻഡിലെ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമുക്കും ഓപ്പൺ ചെയ്യാം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. മിനിമം 1 മില്യൺ സ്വിസ് ഫ്രാങ്ക് അഥവാ ഏകദേശം 10 കോടി ഇന്ത്യൻ രൂപയെങ്കിലും കയ്യിൽ വേണം. പിന്നെ മിനിമം 18 വയസ്സായിരിക്കണം. പാസ്പോർട്ട് ഹോൾഡർ ആയിരിക്കണം. കൂടാതെ വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു റെസ്യൂമെ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ എത്ര ഫണ്ടാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന് ഡിക്ലെയർ ചെയ്യണം. സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റിന് മേൽ ലോക രാജ്യങ്ങളിലെ പ്രഷർ ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും റെഗുലേഷൻസ് അവർ ഫോളോ ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ നാമമാത്രമായ പ്രൊസീജിയർ മാത്രം ബാങ്കുകൾ ഫോളോ ചെയ്തിരുന്നുള്ളൂ. ലോകത്തിലെ ഏതൊരാൾക്കും വീട്ടിൽ നിന്ന് തന്നെ സ്വിറ്റ്സർലൻഡിലെ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിന് മിനിമം ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ മതി. പക്ഷേ സ്വിസ് ബാങ്കുകൾ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് അവരുടെ നമ്പേർഡ് അക്കൗണ്ടുകൾക്കാണ്. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാദ്യമായി നിങ്ങളെ പേഴ്സണലി ആ ബാങ്ക് വിസിറ്റ് ചെയ്യണം. അക്കൗണ്ട് ഹോൾഡറിന്റെ പ്രൈവസിക്ക് ബാങ്കുകൾ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് നൽകുന്നു. ഈ അക്കൗണ്ടുകളിൽ ഒരു ഡീറ്റെയിൽസ് ലോകത്തിലെ ഒരു ഗവൺമെന്റുകൾക്കും ഈ സ്വിസ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യില്ല.
അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പേരിന് പകരം ഒരു നമ്പറാണ് ലഭിക്കുക. ഈ അക്കൗണ്ടിൽ എന്താണ് നടക്കുന്നത് ഒരാൾക്കും അറിയാൻ സാധിക്കില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് പൈസ അയക്കണമെങ്കിൽ അയക്കേണ്ട അവരുടെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബ്രാഞ്ച് ഇതൊക്കെ വേണം. പക്ഷേ നമ്പയുടെ അക്കൗണ്ടിൽ ഒരു നമ്പർ മാത്രം ഷെയർ ചെയ്യുന്നതിലൂടെ എല്ലാ ട്രാൻസാക്ഷൻ നടക്കുന്നു. ഈ അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റിൽ പോലും പേരോ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. ഇത്രയ്ക്കൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് നൽകുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുവൽ ചാർജസും ട്രാൻസാക്ഷൻ ചാർജും വളരെ ഉയർന്നതായിരിക്കും. നിങ്ങൾ സ്വിറ്റ്സർലൻഡിന്റെ പുറത്താണുള്ളതെങ്കിൽ നിങ്ങളിൽ നിന്ന് ബാങ്ക് ഒരു നോൺ റെസിഡൻഷ്യൽ ഫീം ഈടാക്കും. കുറച്ചു കാലം മുൻപ് വരെ ഈ നമ്പയുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ സമയത്ത് സ്വിസ് ബാങ്കുകൾക്ക് ആ പർട്ടിക്കുലർ ഫോറിൻ ബാങ്കുമായിട്ട് ഡീറ്റെയിൽ ഷെയർ ചെയ്യേണ്ടി വരുമായിരുന്നു. 1-2 കേസുകളിൽ ഡാറ്റ ലീക്ക് പുറത്തു വന്നതോടുകൂടി ഈ പരിപാടി നിർത്തി. നമ്പയുടെ അക്കൗണ്ട്സിന് സ്വിസ് ബാങ്ക് ചെക്ക് ബുക്ക് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്താൽ നമ്പയുടെ അക്കൗണ്ട്സിന്റെ ബേസിക് പർപ്പസ് തന്നെ ഇല്ലാതാകുന്നതുകൊണ്ടാണിത്. ഇതിന് പകരമായി ഒരു കറൻസി പോലെ ഉപയോഗിക്കാവുന്ന പല എമൗണ്ടുകളിലുള്ള ട്രാവലേഴ്സ് ചെക്ക് ആണ് സ്വിസ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്. നമ്പയുടെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് വേണ്ടി സേഫ് ഡെപ്പോസിറ്റ് ബോക്സ് ഫെസിലിറ്റിയും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതെ, നമ്മുടെ നാട്ടിലെ ബാങ്കുകളിലെ ലോക്കർ തന്നെ. തങ്ങളുടെ സ്പെഷ്യൽ സീക്രട്ട് കസ്റ്റമേഴ്സിന് വേണ്ടി സ്വിസ് ബാങ്ക്സ് അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിൽ സ്ഥിതി ചെയ്യുന്ന സീക്രട്ട് വോൾട്ട് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിലെ ഭൂരിഭാഗം ബങ്കറുകളും സ്വിറ്റ്സർലൻഡിലെ മൗണ്ടൻസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ലൊക്കേഷനുകളിലേക്കുള്ള റോഡുകളും ബ്രിഡ്ജുകളും കട്ട് ചെയ്തും എയർ ട്രാഫിക്കിന് മാത്രം ആക്സസിബിലിറ്റി ഒരുക്കിയുമാണ് ഈ ബങ്കറുകളുടെ നിഗൂഢത സ്വിറ്റ്സർലൻഡ് നിലനിർത്തുന്നത്. ഈ വോൾട്ടുകളുടെ റെന്റ് തന്നെ ഏകദേശം $5 ലക്ഷം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ വോൾട്ടുകളിൽ സൂക്ഷിക്കപ്പെടുന്ന സാധനങ്ങളുടെ മൂല്യവും ഇതിന്റെ ഉടമസ്ഥരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും. 2008 വേൾഡ് ഫിനാൻഷ്യൽ ക്രൈസിസിന് ശേഷം സമ്പന്നർക്ക് കറൻസിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ഗോൾഡ്, ഡയമണ്ട് എന്നിവയിലുള്ള വിശ്വാസം കൂടുകയും ചെയ്തു. അതിസമ്പന്നർ തങ്ങളുടെ നിക്ഷേപം ഇത്തരം വസ്തുക്കളിലേക്ക് മാറ്റി അതിന്റെ ഡെസ്റ്റിനേഷനായ ഇത്തരം സീക്രട്ട് വോൾട്ടുകളിൽ എത്തിക്കുന്നു. എന്നിട്ട് അതങ്ങനെ അവിടെ ഇരുന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, സാധാരണയായി ഒരു കസ്റ്റമർ ബാങ്കിൽ പൈസ നിക്ഷേപിക്കുമ്പോൾ അതിന് പലിശ ലഭിക്കുന്നു. പക്ഷേ സ്വിസ് ബാങ്കിൽ പലിശ -0.75 ആണ്. അതായത് കസ്റ്റമർ ബാങ്കിന് പലിശ നൽകുന്നു. പക്ഷെ എന്നിട്ടും ലോകസമ്പന്നർ തങ്ങളുടെ സമ്പാദ്യം സ്വിസ് ബാങ്കുകളിൽ കുന്നുകൂട്ടുന്നു. ഇതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. അതാണ് സ്വിറ്റ്സർലൻഡിന്റെ സ്റ്റേബിൾ ആൻഡ് സ്ട്രോങ് കറൻസി. ഇന്ന് ഒരു സ്വിസ് ഫ്രാങ്ക് 97 രൂപയ്ക്ക് തുല്യമാണ്. പക്ഷേ 2010 അത് 44 രൂപയ്ക്ക് തുല്യമായിരുന്നു. അതായത് 2010 ഒരു വ്യക്തി തന്റെ പണം സ്വിസ് ഫ്രാങ്കിൽ കൺവേർട്ട് ചെയ്ത് അവിടുത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ ഡബിൾ ആയിരിക്കുന്നു. അതുപോലെ മറ്റു രാജ്യങ്ങളിൽ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്വിറ്റ്സർലൻഡിൽ ഇൻഫ്ലേഷൻ വർഷങ്ങളായി -1 അടുത്തൊക്കെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വിസ് ബാങ്കിലെ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്റെ നോമിനിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് നോമിനിയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. പക്ഷേ അക്കൗണ്ട് ഹോൾഡർക്ക് മരണം സംഭവിക്കുകയും നോമിനിയെ സ്പെസിഫൈ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആ വിവരം ബാങ്കിന് അറിയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വിസ് ബാങ്ക് ഒരു അക്കൗണ്ട് ഹോൾഡറിനെയും കോൺടാക്ട് ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ അക്കൗണ്ട് ഹോൾഡറിന്റെ ഡീറ്റെയിൽസ് ലീക്ക് ആവുന്നതുകൊണ്ടാണ്. എന്നാൽ സ്വിസ് ബാങ്കിന്റെ പുതിയ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ 10 വർഷത്തോളം യാതൊരു ആക്ടിവിറ്റിയും ഇല്ലെങ്കിൽ സ്വിസ് ബാങ്കിന് അക്കൗണ്ട് ഹോൾഡറെ കോൺടാക്ട് ചെയ്യാം. എന്നാൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ലെങ്കിൽ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. ഈ പറഞ്ഞതിനെല്ലാം ഒരു വാലറ്റം കൂടിയുണ്ട്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്വിസ് ബാങ്കുകൾ തങ്ങളുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഫോറിൻ ഗവൺമെന്റുകളുമായി ഷെയർ ചെയ്യുന്നു. പക്ഷേ ഗവൺമെന്റുകളുടെ കയ്യിൽ കസ്റ്റമർക്കെതിരെ സീരിയസ് ക്രിമിനൽ അലിഗേഷൻസ് ഉണ്ടായിരിക്കണം. ലൈക്ക് മണി ലോണ്ടറിംഗ്, ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ്, ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെയൊക്കെ. പക്ഷേ ടാക്സ് വെട്ടിപ്പ് പോലുള്ള കുറ്റങ്ങൾ ഇതിൽ പെടില്ല. ടാക്സ് വെട്ടിപ്പ് സ്വിറ്റ്സർലൻഡ് വലിയ കുറ്റമായി കണക്കാക്കുന്നില്ല എന്നാണ് ഇതിന് കാരണം. एक पाई हिंदुस्तान की वापस लाई जाएगी और हिंदुस्तान के गरीबों के लिए काम लाई जाएगी. നരേന്ദ്രമോദി ഗവൺമെന്റ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയ കാര്യങ്ങളിലൊന്ന് സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകളിൽ ഇന്ത്യക്കാർ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്നതായിരുന്നു. 2019, 20, 21, 22 വർഷങ്ങളിൽ സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റ് ഇന്ത്യക്ക് സ്വിസ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ചില ലിസ്റ്റുകൾ കൈമാറുകയും ചെയ്തു. പക്ഷെ ഇതിൽ നിന്നൊന്നും കാര്യമായ ഗുണം ലഭിച്ചില്ല. കാരണം പുറത്തുനിന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഭൂരിഭാഗവും ലീഗലി വാലിഡ് ആയ അക്കൗണ്ട്സ് ആയിരുന്നു. അതായത് സ്വിസ് ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച പ്രമുഖരിൽ ഭൂരിഭാഗവും താരതമ്യേന സാമ്പത്തിക നിയന്ത്രണങ്ങൾ അത്രയ്ക്ക് ശക്തമല്ലാത്ത രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് എടുത്ത് അതുവഴിയാണ് സ്വിസ് ബാങ്കുകൾ പണം നിക്ഷേപിച്ചത്. ആ വിവരങ്ങളൊന്നും ഇന്ത്യക്ക് ലഭിച്ചതുമില്ല. ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യങ്ങൾ രണ്ടാണ്. ഒന്ന്, ഇത്തരം രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ, അതായത് ഗവൺമെന്റിന്റെ ഉള്ളറ രഹസ്യങ്ങൾ ഇത്തരം അതിസമ്പന്നർക്ക് വളരെ മുന്നേ തന്നെ ലഭിക്കുന്നു. അല്ലെങ്കിൽ യെസ്, യു ക്യാൻ ഗസ് ഇറ്റ്. If you like this video, please like and subscribe. Thank you.